അപ്പൊ മോനെ പറയൂ, എന്താണ് നിന്റെ പേര്? എൻ്റെ പേര് അലൻ ജൂഡ്. എവിടുന്നാ വരുന്നത്? എവിടാ വീട്? എവിടാ? ഞാൻ വയനാട് സുൽത്താൻ ബത്തേരി. എനിക്കൊരു ചേട്ടനുണ്ട്. അപ്പൊ പുള്ളി ECL എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വന്നത്. പാവം വഴി വന്നതാണ് ഇങ്ങോട്ട്. അപ്പൊ അവൻ പറഞ്ഞ നല്ല സെന്ററാണ്, ട്യൂട്ടേഴ്സ് ഒക്കെ നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? അവൻ പറഞ്ഞൊക്കെ സത്യമാണോ? അവൻ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടോ? പറഞ്ഞു വെച്ചിട്ട് നല്ലതാണ്. പറഞ്ഞ പോലെ തന്നെ ട്യൂട്ടേഴ്സ് ഒക്കെ നല്ലപോലെ പഠിപ്പിക്കും, മനസ്സിലാക്കി തരും, എല്ലാം അടിപൊളിയാണ്. നിനക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് എന്താ ഇവിടെ? ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഫ്രീഡം. ട്യൂട്ടേഴ്സിനോട് ഫ്രീഡമായിട്ട് സംസാരിക്കാം, എന്ത് ചോദിച്ചാലും പറഞ്ഞു തരും. പിന്നെ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഹിന്ദിയൊക്കെ പഠിക്കാൻ ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലൊരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ പറയുന്നത് നല്ല കഷ്ടപ്പാടുള്ള ഒരു കാര്യമല്ലേ? അതെ, ആണ്. നീ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടോ ജർമ്മൻ പഠിക്കാൻ? സത്യം പറഞ്ഞാൽ ഹിന്ദി പഠിച്ച അത്ര കഷ്ടപ്പാടൊന്നും ഇല്ല. എനിക്കിപ്പോഴും ഹിന്ദി അറിയത്തില്ല, അതൊന്നാമത്തെ കാര്യം. 10ാം ക്ലാസ് ഹിന്ദി കാണാപ്പാടം പഠിച്ചിട്ടാണ് പാസ്സായത്. അപ്പൊ ജർമ്മൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈസിയാണ് സംഭവം. A1 വെച്ച് പഠിച്ചു നോക്കുകയാണെങ്കിൽ ജർമ്മൻ ഈസിയാണ്. പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കാം. അപ്പൊ നീ ജർമ്മൻ പഠിച്ചപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള അതിനകത്ത് പാടായിട്ടുള്ള കാര്യങ്ങളും എളുപ്പമായിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ്? പാടായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ നിന്നും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞൊരു സംഭവം പുതിയതായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ വെർബിൻ്റെയും വെർബല്ല, ഓരോ നൗൺസിൻ്റെ ആർട്ടിക്കിൾസ് നമ്മൾ വേറെ പ്രത്യേകിച്ച് പഠിക്കണം. അതൊരു പണിയാണ്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ വേർഡ്സുമായിട്ട് ജർമ്മനിലെ വേർഡ്സിന് ഏകദേശം ഒരു സാമ്യമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച ഒരു ഇതുണ്ടെങ്കിൽ ഇത് പഠിച്ചു പോകാനേ ഉള്ളൂ.